എല്ലാ കൂട്ടുകാരെയും എഡ്യൂഫേസിൻ്റെ ഹിരോഷിമ ദിന ക്വിസിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹിരോഷിമ ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ 25ഓളം ചോദ്യങ്ങൾ പഠിക്കുകയുണ്ടായി. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ പാർട്ട് 2ആണ്. ബാക്കി 25 ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ ഹിരോഷിമ ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന മുഴുവൻ ക്വിസ് മത്സരങ്ങളിലും കൂട്ടുകാർക്ക് വളരെ മികച്ച വിജയം നേടാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണുള്ളത്. അപ്പോൾ എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ഇതിൻ്റെ പാർട്ട് 3യും നന്നായിട്ട് കാണുക, പഠിക്കുക. എല്ലാവർക്കും എല്ലാ മത്സരങ്ങളിലും മികച്ച വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്: ഹിരോഷിമ ദിനമായി ആചരിക്കുന്നത് എപ്പോഴാണ് എന്നുള്ളതാണ്. ഹിരോഷിമ ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 6ആണ്. ഓഗസ്റ്റ് 6നാണ് ഹിരോഷിമ ദിനമായിട്ട് ആചരിക്കുന്നത്. ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചത് ഓഗസ്റ്റ് 6നാണ്. 1945 ഓഗസ്റ്റ് 6നാണ്. അതുകൊണ്ട് ഹിരോഷിമ ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 6ആണ്. ഇനി അടുത്ത ചോദ്യം: ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിൻ്റെ പേര് എന്താണ്? ഹിരോഷിമയിൽ നമ്മൾ പറഞ്ഞു 1945 ഓഗസ്റ്റ് 6നാണ് അണുബോംബ് വർഷിച്ചത്. ആ അണുബോംബിൻ്റെ പേരാണ് ലിറ്റിൽ ബോയ്. എന്താണ്? ലിറ്റിൽ ബോയ് എന്നതായിരുന്നു ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിൻ്റെ പേര്. അപ്പോൾ ഓഗസ്റ്റ് 6ആണ് ഹിരോഷിമ ദിനം. അതുപോലെ തന്നെ ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിൻ്റെ പേര് എന്താണ്? ലിറ്റിൽ ബോയ്. ഇനി ലോകത്ത് ആദ്യമായി യുദ്ധത്തിന് ഉപയോഗിച്ച അണുബോംബിൻ്റെ പേരെന്ത് തന്നെയാണ്? ലിറ്റിൽ ബോയ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഹിരോഷിമയിൽ വർഷിച്ച ബോംബാണ് ഏതാണ്? ലിറ്റിൽ ബോയ് ആണ്. ഈ ലിറ്റിൽ ബോയ് തന്നെയാണ് ലോകത്ത് ആദ്യമായിട്ട് ഒരു യുദ്ധത്തിന് അണുബോംബ് ഉപയോഗിച്ചത്. അപ്പോൾ ലോകത്ത് ആദ്യമായിട്ട് യുദ്ധത്തിന് ഉപയോഗിച്ച അണുബോംബിൻ്റെ പേര് ചോദിച്ചാലും ഹിരോഷിമയിൽ ഉപയോഗിച്ചിട്ടുള്ള ലിറ്റിൽ ബോയ് എന്നതിൻ്റെ പേര് തന്നെ ലിറ്റിൽ ബോയ് എന്നത് തന്നെയാണെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ലോകത്ത് ആദ്യമായിട്ട് യുദ്ധത്തിന് ഉപയോഗിച്ച അണുബോംബ് ഏതാണ്? ലിറ്റിൽ ബോയ് ആണ് കേട്ടോ. ഇനി ലിറ്റിൽ ബോയ് എന്ന അണുബോംബിൻ്റെ ഭാരം എത്രയാണെന്ന് അറിയാം കൂട്ടുകാർക്ക്? അത് 4400 കിലോഗ്രാം ആണ്. 4400 കിലോഗ്രാം ഉള്ള ഒരു അണുബോംബ് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക. അത്രയും ഭാരമുള്ള ബോംബായിരുന്നു ലിറ്റിൽ ബോയ്. ഇതാണ് 1945 ഓഗസ്റ്റ് 6ന് ഹിരോഷിമയിൽ അമേരിക്ക നിക്ഷേപിച്ചത്. ഇനി 30ാമത്തെ ചോദ്യം: ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പൈലറ്റ് ആരായിരുന്നു? അപ്പോൾ പൈലറ്റിൻ്റെ പേര് നമുക്ക് പഠിക്കാം. പോൾ ഡബ്ല്യു ടിബറ്റ്. പോൾ ഡബ്ല്യു ടിബറ്റ്. അപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ഹിരോഷിമയിൽ നമ്മൾ പറഞ്ഞു ബോംബ് വർഷിച്ചു എന്നല്ലേ, ലിറ്റിൽ ബോയ് ആയിരുന്നു അതിൻ്റെ പേര്. 1945 ഓഗസ്റ്റ് 6നായിരുന്നു. അപ്പോൾ ഈ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പേരെന്താണ്? വിമാനത്തിൻ്റെ പൈലറ്റിൻ്റെ പേരെന്താണ്? പോൾ ഡബ്ല്യു ടിബറ്റ്. പേര് പഠിച്ചേക്കുക, പോൾ ഡബ്ല്യു ടിബറ്റ്. ഹിരോഷിമയിൽ വർഷിച്ച ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച മൂലകമാണ് യുറേനിയം 235. യുറേനിയം 235 ഉപയോഗിച്ചിട്ടാണ് ലിറ്റിൽ ബോയ് എന്ന് പറയുന്ന ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബ് നിർമ്മിച്ചത്. അപ്പോൾ ലിറ്റിൽ ബോയ് നിർമ്മിക്കാൻ ഉപയോഗിച്ച മൂലകത്തിൻ്റെ പേര് പഠിച്ചുക, യുറേനിയം 235 ആണ്. ഹിരോഷിമ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കിയാലോ? വിശാലമായ ദ്വീപ് എന്നാണ് ഹിരോഷിമ എന്ന വാക്കിൻ്റെ അർത്ഥം. ഹിരോഷിമ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? വിശാലമായ ദ്വീപ് എന്നതാണ് ഹിരോഷിമ എന്ന വാക്കിൻ്റെ അർത്ഥം. പിന്നെ അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച കാര്യം കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാലോ. ഓഗസ്റ്റ് 6ന് ഹിരോഷിമയിലും 3 ദിവസം കഴിഞ്ഞ് ഓഗസ്റ്റ് 9നാണ് നാഗസാക്കിയിൽ ബോംബ് വർഷിച്ചത്. അപ്പം നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച ദിവസം പഠിച്ചുക്കുക. വർഷം കറക്റ്റ് തന്നെയാണ് 1945. ദിവസം കൃത്യമായിട്ട് ഓർത്ത് നോക്കുക, ഓഗസ്റ്റ് 9. അപ്പോൾ ഓഗസ്റ്റ് 6ന് ഹിരോഷിമയിലും ഓഗസ്റ്റ് 9ന് നാഗസാക്കിയിലും വർഷം രണ്ടും ഒന്ന് തന്നെയാണ്, 1945. നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബിൻ്റെ പേര്. അപ്പം നമ്മൾ പറഞ്ഞു ഹിരോഷിമയിൽ ഏതായിരുന്നു? ലിറ്റിൽ ബോയ് ആയിരുന്നു. എന്നാൽ നാഗസാക്കിയിൽ ഏതാണെന്നറിയോ? അത് ഫാറ്റ് മാൻ ആണ്. അപ്പോൾ ലിറ്റിൽ ബോയിൽ നിന്ന് ഫാറ്റ് മാനിലേക്കുള്ള ഒരു മാറ്റം അല്ലേ? അപ്പോൾ ആദ്യത്തേത് ഏതായിരുന്നു? ലിറ്റിൽ ബോയ് ആയിരുന്നു. എന്നാൽ നാഗസാക്കിയിൽ വർഷിച്ച ബോംബിൻ്റെ പേരാണ് ഫാറ്റ് മാൻ. മറന്നു പോകരുത്, ഫാറ്റ് മാൻ. നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പേരേതാണ്? അത് ബോസ്കർ ആണ് കേട്ടോ.
ബോസ്കർ എന്ന് പറയുന്ന വിമാനമായിരുന്നു നാഗസാക്കിയിൽ ബോംബ് വർഷിച്ചത്. ഓർത്തു വെക്കുക, ബോസ്കർ എന്ന് പറയുന്ന യുദ്ധവിമാനമാണ് നാഗസാക്കിയിൽ ബോംബ് വർഷിച്ചത്. നമ്മൾ ഹിരോഷിമയിൽ പറയുന്നത് ഇനോളഗയാണ്. എന്നാൽ നാഗസാക്കിയിൽ വർഷിച്ച ആ ബോംബ് വഹിച്ച യുദ്ധവിമാനത്തിന്റെ പേര് ബോസ്കർ എന്നായിരുന്നു. നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് ആരാണ്? ക്യാപ്റ്റൻ മേജർ സ്വീനിയാണ്. ക്യാപ്റ്റൻ മേജർ സ്വീനിയാണ് നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേര്. അപ്പോൾ പോൾ ടിബറ്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് ആയിരുന്നു. എന്നാൽ നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് ആണ് ക്യാപ്റ്റൻ മേജർ സ്വീനി. പേര് പഠിച്ചു വെക്കണേ, ക്യാപ്റ്റൻ മേജർ സ്വീനി. നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച സ്ഫോടനാത്മക വസ്തുവാണ് പ്ലൂട്ടോണിയം 239. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു യുറേനിയം 235, യുറേനിയം 235 ആയിരുന്നു ഹിരോഷിമയിൽ ഉപയോഗിച്ച ലിറ്റിൽ ബോയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. എന്നാൽ നാഗസാക്കിയിലെ ഫാറ്റ്മാന് വേണ്ടി ഉപയോഗിച്ച മൂലകം ഏതാണ്? പ്ലൂട്ടോണിയം 239. പ്ലൂട്ടോണിയത്തിന്റെ ഐസോട്ടോപ്പ് ആയിട്ടുള്ള പ്ലൂട്ടോണിയം 239 ആണ് ഫാറ്റ്മാന് വേണ്ടി ഉപയോഗിച്ചത്. മറ്റേത് ലിറ്റിൽ ബോയ് ആണ്. അപ്പോൾ അത് 235 ആണ്, യുറേനിയം 235. ഇത് ഫാറ്റ്മാൻ ആണ്. അപ്പോൾ 235നേക്കാൾ കൂടുതൽ വേണം. മാത്രമല്ല അത് യുറേനിയം എന്തായിട്ടുണ്ട്? പ്ലൂട്ടോണിയം ആയിട്ടുണ്ട്. പ്ലൂട്ടോണിയം 239 ആണ് ഫാറ്റ്മാന് വേണ്ടി ഉപയോഗിച്ചത്. ഈ നാഗസാക്കി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ലോങ് കേപ്പ് എന്നാണ്. ലോങ് കേപ്പ്, വിശാലമായ അല്ലെ നീണ്ടു കിടക്കുന്ന മുനമ്പ് എന്നർത്ഥമുള്ള ലോങ് കേപ്പ് എന്നാണ് നാഗസാക്കി എന്ന വാക്കിന്റെ അർത്ഥം. ഹിരോഷിമ നമ്മൾ പറഞ്ഞ വിശാലമായ ദ്വീപ് എന്നാണ് അർത്ഥം. എന്നാൽ നാഗസാക്കി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ലോങ് കേപ്പ് എന്നാണ്. ദീർഘിച്ച അല്ലെങ്കിൽ നീണ്ട മുനമ്പ് എന്നാണ് നാഗസാക്കി എന്ന വാക്കിന്റെ അർത്ഥം. ഹിരോഷിമയിലെ ബോംബ് ആക്രമണത്തെ തുടർന്ന് അണുപ്രസരണം ഏറ്റ് രക്താർബുദം ബാധിച്ച് മരണപ്പെട്ട പെൺകുട്ടിയാണ് സഡാക്കോ സസാക്കി. അപ്പം നമ്മൾ ഹിരോഷിമ നാഗസാക്കി ബോംബ് വർഷത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കണ്ണീരോടുകൂടെ നമുക്ക് ഓർക്കാൻ പറ്റുന്ന ഒരു കുട്ടിയാണ് സഡാക്കോ സസാക്കി. സഡാക്കോ സസാക്കി. അപ്പോൾ ആരാ സഡാക്കോ സസാക്കി? ഈ ഹിരോഷിമയിൽ ബോംബാക്രമണം നടക്കുകയും അവിടെ അണുപ്രസരണം ഉണ്ടാവുകയും അങ്ങനെ രക്താർബുദം ബാധിച്ച് മരണപ്പെട്ട വളരെ സങ്കടകരമായി മരണം ഏറ്റുവാങ്ങിയ കുട്ടിയാണ് സഡാക്കോ സസാക്കി. പേരെന്താണ്? സഡാക്കോ സസാക്കി. സഡാക്കോ സസാക്കിയും ഒറിഗാമി കൊക്കുകളും എന്തിന്റെ പ്രതീകമായി കരുതിപ്പോരുന്നു? ലോക സമാധാനത്തിന്റെ. അപ്പോൾ നമ്മുടെ സഡാക്കോ സസാക്കിക്ക് രക്താർബുദം ബാധിക്കുകയും ആ രോഗത്തിൽ നിന്ന് മോചനം ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷയോടുകൂടെ അവൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരുപാട് ഒറിഗാമി കൊക്കുകൾ അല്ലെ, ഒരുപാട് ഒറിഗാമി കൊക്കുകൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവളുടെ ഒരു പ്രതീക്ഷ ഇതായിരുന്നു, ഈ ഒറിഗാമി കൊക്കുകൾ ധാരാളം നിർമ്മിച്ചു കഴിഞ്ഞാൽ അവൾക്ക് ജീവിതത്തിലേക്ക് തിരികെ വരാമെന്നായിരുന്നു അവളുടെ പ്രതീക്ഷ. പക്ഷേ അവൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ സഡാക്കോ സസാക്കിയും ഒറിഗാമി കൊക്കുകളും പിന്നീട് എന്തിന്റെ പ്രതീകമായിട്ട് കരുതി പോരാൻ തുടങ്ങി? ലോക സമാധാനത്തിന്റെ. നാഗസാക്കി ദിനമായി ആചരിക്കുന്നത് നമ്മൾ പറഞ്ഞു എപ്പോഴാണ്? ഓഗസ്റ്റ് 6 ഓഗസ്റ്റ് 9. അപ്പോൾ ഓഗസ്റ്റ് 6 ഹിരോഷിമ ദിനം. കാരണം 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിൽ ബോംബ് വർഷിച്ചത്. എന്നാൽ 3 ദിവസം കഴിഞ്ഞിട്ട് 1945 ഓഗസ്റ്റ് 9 നാഗസാക്കിയിൽ ബോംബ് വർഷിച്ചത്. അതുകൊണ്ട് നാഗസാക്കി ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 9. 2 അണുബോംബ് ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട വ്യക്തിയാണ് സുറ്റോമു യമഗുച്ചി. അപ്പം നമ്മൾ നേരത്തെ സഡാക്കോ സസാക്കിയുടെ കാര്യം പറഞ്ഞു. രക്താർബുദം ബാധിച്ച് മരണപ്പെട്ട നമ്മുടെ ഒറിഗാമി കൊക്കുകൾ നിർമ്മിച്ച പെൺകുട്ടിയാണ്. എന്നാൽ 2 അണുബോംബ് ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട ജാപ്പനീസ് വ്യക്തിയാണ് ആര്? സുറ്റോമു യമഗുച്ചി. ഈ പേര് ഓർത്തു വെക്കണം. സുറ്റോമു യമഗുച്ചിയാണ് 2 അണുബോംബ് ആക്രമണങ്ങളെയും അതിജീവിച്ച വ്യക്തി എന്ന് പറഞ്ഞ പേരെന്താണ്? സുറ്റോമു യമഗുച്ചി. ഇനി ആണവ നിരായുധീകരണത്തിന്റെ സന്ദേശവുമായി ശാസ്ത്രജ്ഞരുടെയും ചിന്തകരുടെയും നേതൃത്വത്തിലുണ്ടായ പ്രസ്ഥാനമാണ് ഭഗ്വാഷ്
പ്രസ്ഥാനം. അപ്പോൾ എന്താ മക്കളെ പഗ്വാഷ് പ്രസ്ഥാനം? ആണവ ആയുധങ്ങൾ ലോകത്തിന് എന്താണ് സമ്മാനിച്ചത് എന്നുള്ളത് ഹിരോഷിമ നാഗസാക്കി ആക്രമണത്തിൽ നമുക്ക് വ്യക്തമാണ് അല്ലേ? ഒരുപാട് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ലോകത്തെ തന്നെ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ ആണവ നിരായുധീകരണത്തിൻ്റെ സന്ദേശവുമായിട്ട് ശാസ്ത്രജ്ഞരും അതുപോലെ തന്നെ ചിന്തകരൊക്കെ ഒരു വലിയ കൂട്ടായ്മ ഉണ്ടാക്കുകയുണ്ടായി. ആ കൂട്ടായ്മയുടെ ആ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് പഗ്വാഷ് പ്രസ്ഥാനം. എന്താണ് പേര്? പഗ്വാഷ് പ്രസ്ഥാനം. പഠിച്ചു വെക്കണേ, പഗ്വാഷ് പ്രസ്ഥാനം. പഗ്വാഷ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയവരാരൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന് ബെർട്രാൻഡ് റസൽ ആണ്. ഇവിടെ ശരിക്കും കോമയില്ല കേട്ടോ, ഇവിടെ കോമയില്ല. ബെർട്രാൻഡ് റസൽ മൊത്തത്തിൽ ഒരാളുടെ പേരാണ്. അപ്പോൾ ഇതിന് നേതൃത്വം നൽകിയ ഒന്നാമത്തെ വ്യക്തിയുടെ പേരാണ് ബെർട്രാൻഡ് റസൽ. രണ്ടാമത്തെ ആരാണ്? ജൂലിയോ ക്യൂറി, അതുപോലെ തന്നെ കാൾ പോൾ. അപ്പോൾ മൂന്ന് ആൾക്കാരുടെ പേര് നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ ആരാണ്? ബെർട്രാൻഡ് റസൽ ആണ്. രണ്ട് ജൂലിയോ ക്യൂറി ആണ്. പിന്നെ കാൾ പോൾ ആണ്. ഇവർ മൂന്നും പഗ്വാഷ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയവരാണ്. ഇനി 45ാമത്തെ ചോദ്യം, അണുബോംബാക്രമണത്തിന് ഇരയായിട്ടും ജീവിച്ചിരിക്കുന്നവർക്ക് ജപ്പാനീസ് ഭാഷയിൽ പറയുന്ന പേരാണ് ഹിബാകുഷ. നമ്മുടെ ഹിരോഷിമ നാഗസാക്കി ദിനത്തോടനുബന്ധിച്ചുണ്ടാവുന്ന ക്വിസ് മത്സരങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഹിബാകുഷ. അപ്പോൾ ആരാ മക്കളെ ഹിബാകുഷ? ഈ അണുബോംബ് ആക്രമണത്തിന് ഇരയായിട്ടും ജീവിച്ചിരിക്കുന്നവർക്ക് പറയുന്ന പേര്. അപ്പോൾ കുറേ ആൾക്കാർ അണുബോംബ് ആക്രമണത്തിന് ഇരയായി, പക്ഷെ അവരെന്ത് ചെയ്തു? പിന്നീടും കുറച്ചു കാലം ജീവിച്ചു. അപ്പോൾ അങ്ങനെ ആ ആക്രമണത്തെ അതിജീവിച്ചവർക്ക് ജാപ്പനീസ് ഭാഷയിൽ പറയുന്ന പേരാണ് ഹിബാകുഷ. എന്താണ് പേര്? ഹിബാകുഷ. പിന്നെ ഹിബാകുഷ എന്ന ജാപ്പനീസ് വാക്കിൻ്റെ അർത്ഥമെന്ന് നമുക്ക് നോക്കിയാലോ. എന്താണ്? സ്ഫോടന ബാധിത ജനത. സ്ഫോടനം ബാധിച്ച ജനത, സ്ഫോടന ബാധിത ജനത എന്നാണ് ഹിബാകുഷ എന്ന ജാപ്പനീസ് വാക്കിൻ്റെ അർത്ഥം. സഡാക്കോയും 1000 പേപ്പർ ക്രെയിനുകളും എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ് എലിനർ കോയർ. എലിനർ കോയർ ആണ് ഏത് പുസ്തകം എഴുതിയത്? സഡാക്കോ സുസുക്കി. അല്ലേ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് സഡാക്കോ സുസുക്കി ആരായിരുന്നു? പിന്നെ രക്താർബുദം ബാധിച്ച് മരിച്ച പെൺകുട്ടിയാണ് അല്ലേ. നമ്മൾ ഒറിഗാമി കൊക്കുകളൊക്കെ നിർമ്മിച്ചു, ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് അവർ പ്രതീക്ഷിച്ചു. അപ്പോൾ സഡാക്കോയും 1000 പേപ്പർ ക്രെയിനുകളും എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ് എലിനർ കോയർ. എന്താ പേര്? എലിനർ കോയർ. 1000 കൊക്കുകളും ഒരു ശാന്തിപ്രാവും എന്ന ബാലസാഹിത്യ കൃതിയുടെ രചയിതാവാണ് പ്രൊഫസർ എസ് ശിവദാസ്. അപ്പോൾ പ്രൊഫസർ എസ് ശിവദാസ് ആണ് ഈ ഹിരോഷിമ നാഗസാക്കി സംഭവവുമായി ബന്ധപ്പെട്ട് 1000 കൊക്കുകളും ഒരു ശാന്തിപ്രാവും എന്ന് പറയുന്ന പുസ്തകം രചിച്ചത്. ആരാണ് എഴുതിയത്? പ്രൊഫസർ എസ് ശിവദാസ്. പുസ്തകത്തിൻ്റെ പേര് 1000 കൊക്കുകളും ഒരു ശാന്തിപ്രാവും. 49ാമത്തെ ചോദ്യം, നാഗസാക്കി ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് ക്യൂഷു ദ്വീപുകൾ. ജപ്പാനിലെ ക്യൂഷു ദ്വീപിലാണ് നാഗസാക്കി ഉൾപ്പെടുന്ന പ്രദേശങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ദ്വീപിൻ്റെ പേര്? ക്യൂഷു ദ്വീപ്. ഈ 50ാമത്തെ ചോദ്യം ഇതാണ്. ആദ്യത്തെ ആറ്റം ബോംബിൻ്റെ കെടുതികൾ അനുഭവിച്ചറിഞ്ഞ ജനത സമാധാനത്തിൻ്റെ പ്രതീകമായി പണിത മ്യൂസിയമാണ് ഹിരോഷിമ പീസ് മെമ്മോറിയൽ മ്യൂസിയം. ഹിരോഷിമ പീസ് മെമ്മോറിയൽ മ്യൂസിയമാണ് ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നിർമ്മിച്ചിട്ടുള്ള മ്യൂസിയം. അപ്പോൾ രണ്ടാമത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ മൂന്നാമത്തെ പാർട്ടിന് വേണ്ടി കാത്തിരിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ. നന്ദി, നമസ്കാരം.